നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്തിന് മറക്കാൻ പറ്റാത്ത താരമാണ് അന്തരിച്ച നടൻ ജയൻ. 1980-ൽ തന്റെ 41-ാം വയസ്സിലാണ് ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത്. കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു അപകടം. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കവെയായിരുന്നു അപകടം. ജയന്റെ അപകടമരണത്തെക്കുറിച്ചും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് നിർമ്മാതാവ് കല്ലിയൂർ ശശി. സഫാരി ചാനലിലാണ് പരാമർശം. ജയന്റെ കൂടെ തന്നെ ഈ മരണമുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപകടകരമായ പല സംഭവങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ആനയുടെ കൊമ്പിൽ പിടിച്ചു തൂങ്ങുന്ന സീനിലാണ് അഭിനയിച്ചത്. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഡ്യൂപ്പ് വേണമെന്ന് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. എന്നാൽ അദ്ദേഹം സമ്മതിക്കില്ല. മരണത്തിന് കാരണമായി അപകടം നടന്ന സീൻ 3 ടേക്ക് എടുത്തതാണ്. സംവിധായകൻ നിർത്തി ബ്രേക്ക് പറഞ്ഞതായിരുന്നു. പറഞ്ഞതും ജയൻ അപ്പുറത്തുനിന്ന് ഓടിവന്നു. ഒന്നുകൂടി എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ ആംഗിളിൽ നിന്നും എടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹത്തിനത് പോരാ. ഒന്നുകൂടെ എടുത്തേ പറ്റൂ എന്ന് നിർബന്ധം. ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷോട്ട് വീണ്ടും എടുത്തത്. അത് മരണത്തിന് നിമിത്തമായെന്നും കല്ലിയൂർ ശശി പറയുന്നു. ജയന്റെ മരണശേഷമുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും കല്ലിയൂർ ശശി സംസാരിച്ചു. അദ്ദേഹത്തെ മൂർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് കാണുന്ന ആധുനിക സൗകര്യങ്ങൾ അന്ന് മൂർച്ചറിക്കില്ല. ഇരുമ്പ് ബുക്ക്ഷെൽഫ് പോലെ ഹാളിൽ തട്ടുതട്ടായിട്ടുണ്ടാകും. അതിൽ കിടത്തുകയെന്നതേയുള്ളൂ. ബെഞ്ച്, ഡെസ്ക്, മേശ എന്നിവയൊക്കെയുണ്ട്. അതിനു മുകളിൽ കിടത്തും. ബാക്കിയുള്ള മൃതദേഹങ്ങൾ തറയിലും. ജയന്റെ മൃതദേഹം അവിടെ കൊണ്ട് കിടത്താൻ ആശുപത്രി ജീവനക്കാർക്കൊപ്പം ഞാനും പോയിരുന്നു. അന്നാണ് ജീവിതത്തിൽ ആദ്യമായി മൂർച്ചറി കാണുന്നത്. അത് വല്ലാത്ത ഭയാനകമായ ദൃശ്യമായിരുന്നു. അതിനകത്തേക്ക് കയറുമ്പോഴുള്ള ഗന്ധം മാസങ്ങളോളം നിന്നു. മുകളിൽ വെക്കാൻ സ്ഥലമില്ല. ആകപ്പാടെ ഒരു ബെഞ്ചുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കുളത്തിൽ വീണ് ഒരാൾ മരിച്ചു, അതുകൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പൈസയെടുത്ത് നീട്ടി. അപ്പോൾ അവൻ അതെടുത്ത് താഴെ വെക്കാം, ജയൻ സാറെ മുകളിൽ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുകളിൽ വെച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.